ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കോവിലിൽ ഉത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ ചേട്ടന് ജോലി ഇല്ലാത്തൊരു ദിവസം നോക്കി നമ്മൾ പോവുകയാണ്. അവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ ഈ കോവിലിലെ അന്നദാനം എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ. വെറുതെ ഒരു സാമ്പാറാണെങ്കിലും കൊള്ളാം, ഒരു അച്ചാർ മാത്രമേ ഉള്ളെങ്കിലും കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ശിവാലയം ഓടാനൊക്കെ പോകുന്ന സമയത്ത് അങ്ങോട്ട് പോകുന്ന വഴിയിലേ ഈ കഞ്ഞിയും എന്തുവാ അവിയലും അങ്ങനെ അച്ചാർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കഴിഞ്ഞ വർഷമാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് ശിവാലയം ഓടാനായിട്ട് ഞാൻ പോയത്. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല മംഗളമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും കയറി തൊഴുതു. അങ്ങനെ നല്ല രീതിയിൽ എല്ലാം ചെയ്ത് നമ്മൾ തിരിച്ചു വന്നു. ആദ്യമായിട്ട് പോയതിൻ്റെ ഒരു സന്തോഷം എനിക്ക് പ്രത്യേകം ഉണ്ടായിരുന്നു കേട്ടോ. ശിവാലയം ഓടുന്ന 12 ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കോവിൽ എത്താറായിട്ടുണ്ട്. കോവിലിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ ഉത്സവം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ പൊന്നുക്കുട്ടനെ നമ്മൾ നേരത്തെ ഒരു ദിവസം വന്നിരുന്നു. പൊന്നുക്കുട്ടനെയും കൊണ്ട് ഇന്ന് ആണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ കോവിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ദേവിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി. പിന്നെ ഇതാ ഞങ്ങൾ അന്നദാനമൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഐസ്ക്രീം വേണം എന്ന് പൊന്നുക്കുട്ടൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഐസ്ക്രീം വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചാണ് ഒരു കണക്കിന് കുറച്ച് ചോറൊക്കെ കഴിച്ചത് കേട്ടോ. ആൾക്ക് ഭയങ്കര മടിയാണ് ചോറ് അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാൻ. നുള്ളി സാധനങ്ങൾ കഴിക്കാനാണ് ഇഷ്ടം കുഞ്ഞിക്ക് കൂടുതലും. മുത്താരമ്മൻ ദേവിയാണ് ഇവിടെ. ചൈതന്യമുള്ള മണ്ണിലാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ദേവിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി അന്നദാനമൊക്കെ കഴിച്ചു. അങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇവിടെയും ഉണ്ട് കേട്ടോ സർപ്പഗന്ധി എന്ന് പറയുന്നൊരു മരം. പക്ഷേ എനിക്ക് വീഡിയോയിൽ നിന്ന് അത് മിസ്സായിപ്പോയി കേട്ടോ. ഇവിടെയുള്ള മരം മിസ്സായിപ്പോയി. വേറെ അടുത്തൊരു ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത വീഡിയോ ഉണ്ട്, അത് ഞാൻ കാണിക്കാം കേട്ടോ. അത് വേറെ കാണിക്കാം. സർപ്പഗന്ധി ഇവിടെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, സർപ്പഗന്ധിയുടെ നന്നായിട്ട്. അതെനിക്ക് മിസ്സായിപ്പോയി കേട്ടോ. അതെൻ്റെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എൻ്റെ ഫോണിൻ്റെ ഒരു ചെറിയൊരു കുഴപ്പമാണ്. അത് എടുക്കുന്ന വീഡിയോ ചിലപ്പോൾ അത് സേവ് ആയില്ല. അങ്ങനെ ഒരു കളിപ്പാട്ടങ്ങളൊക്കെ ചുമ്മാ നോക്കി നടക്കുന്ന ഒരു രസം കേട്ടോ. പിന്നെ പൊന്നുകുട്ടൻ ഐസ്ക്രീം മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഐസ്ക്രീമിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഐസ്ക്രീം വാങ്ങി കൊടുക്കാം ആൾക്ക്. അപ്പോൾ ഇതൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. എല്ലാം നമ്മുടെ കടയിലുണ്ടല്ലോ. അപ്പോൾ അവൾ കണ്ട് എല്ലാം മതിയായി കേട്ടോ ഇതൊക്കെ. അതുകൊണ്ട് വേണ്ടെന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ കളിപ്പാട്ടങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നേരെ ഐസ്ക്രീം വണ്ടിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ചോക്കോബാറാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. അങ്ങനെ ഐസ് വാങ്ങാനായിട്ട് ചെന്നപ്പോൾ അവർ അതിൻ്റെ വണ്ടിയുടെ പുറത്ത് ഒട്ടിച്ച് വെച്ചിരുന്ന ഭംഗിയുള്ള ഐസൊക്കെ വേണമെന്ന് പറഞ്ഞു. പൊന്നു ഒന്ന് ചിണുങ്ങി കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ ആ ചേട്ടൻ പറഞ്ഞു അതില്ല മോളെ എന്നൊക്കെ പറഞ്ഞു. അവസാനം സമാധാനപ്പെട്ട് ചോക്കോബാർ തന്നെ വാങ്ങിക്കൊണ്ട് പോന്നില്ല. അവിടെ വെച്ച് തന്നെ കഴിച്ചു കേട്ടോ. ഓക്കെ, അവിടെ വെച്ച് തന്നെ കഴിച്ചു. ഒരെണ്ണം വാങ്ങിക്കൊണ്ട് വീട്ടിലും കൊണ്ടുവന്ന് വെച്ച് കഴിച്ചു കേട്ടോ. അത് കുറച്ച് മെൽറ്റായിരുന്നു വന്നപ്പോഴത്തേക്കും. എന്നാലും അവൾ ഒരെണ്ണം കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടമായാലും ഒരു ലൈക്ക് തരണേ. ലൈക്ക് തരാൻ മറന്നു പോലെ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, സീ യു.